വീട്ടിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പൃഥ്വിയായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചലഞ്ച് ആയിട്ടാണ്. ചലഞ്ച് പറയുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചലഞ്ച് പറയാ, നമ്മുടെ ഫ്ലിപ്പിംഗ് ബോട്ടിലാണ് ചലഞ്ച് കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്ലിപ്പിംഗ് ബോട്ടിൽ ചെയ്യാൻ ഞാനാണ് മെയിനായി ചലഞ്ചിൽ നിൽക്കുന്നത്. ഒരാളും കൂടി വേണം ചലഞ്ചിന്. അപ്പോൾ നമുക്ക് ഈ പരിസരത്ത് എവിടെയെങ്കിലും ചെറിയ രണ്ട് പിള്ളേരെ കണ്ടാൽ ചെയ്യിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. പിള്ളേരാരും കാണാനില്ല, വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പിള്ളേരെ തപ്പിയിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് രണ്ട് പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം, അവൻ്റെ അടുത്ത് ചലഞ്ച് ചോദിക്കാൻ പോവാം. ഓക്കെ, ചലഞ്ചിനുണ്ടാവും ചോദിക്കാൻ പോവാം. ഉണ്ണികളെ ഇത് വരി, എനിക്കൊരു ചലഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. അതെന്താന്ന് അറിയണ്ടേ ചലഞ്ച്? ഫ്ലിപ്പിംഗ് ബോട്ടിൽ അറിയോ നിങ്ങൾക്ക്? ഫ്ലിപ്പിംഗ് ബോട്ടിൽ ചലഞ്ചാണ്. ഗിഫ്റ്റും ഉണ്ട്. ഗിഫ്റ്റ് നമ്മ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും, ചലഞ്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മ ആരതിൽ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളത് പറയും. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ചെക്കനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചലഞ്ച് ചെയ്യണ ചെക്കൻ. അപ്പോൾ ചലഞ്ചിന് ചെക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ണി പേര് നിങ്ങളുടെ? നിന്റെയോ? ചലഞ്ചിനപ്പോൾ തയ്യാറല്ലേ? ചലഞ്ചിലോട്ട് പോവാ. ഓക്കെ, അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ചലഞ്ച്. കാണിച്ചു കൊടുക്കുക ക്യാമറമാൻ. ചലഞ്ച് വെച്ചാൽ ഇതാ ബോട്ടൽ ഫ്ലിപ്പിംഗ് ആണ്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നിർത്തണം ഗൈസ്. നിന്നവർക്ക് ഇങ്ങനെ ഒരു കട്ടയെടുത്ത് ഇവിടെ വെക്കണം. അതാണ് ചലഞ്ച്. ഇതിൽ ലാസ്റ്റ് ഈ വിന്നെന്ന് എഴുതിൻ്റെ ഇവിടെ. ഈ വിന്നിൽ ആര് ഈ കട്ട കൊണ്ട് വെക്കണോ ഫസ്റ്റ് അവരാണ് വിജയിക്കുക ഗൈസ്. അപ്പോൾ അവർക്കൊരു സമ്മാനമുണ്ട്. നമ്മൾ സമ്മാനം കൊടുക്കുന്നതിന് ലാസ്റ്റ്. അത് സസ്പെൻസ് ആണ്, പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇത് പറഞ്ഞ ചാലഞ്ചിൻ്റെ. നമുക്ക് ചാലഞ്ച് ചെയ്യുന്ന ഒരാളെ വിളിക്കാം. അപ്പോളേ നമ്മ ഒരാളെ കണ്ടില്ലേ, അനന്തു എന്നാണ് അവൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ചലഞ്ച് ചെയ്യാൻ റെഡി അല്ലേ? ഇപ്പോൾ ചലഞ്ച് ചെയ്യാം. ഓക്കെ അല്ലേ ചലഞ്ചിന്? അപ്പോൾ ആ ചലഞ്ചിലോട്ട് കിടക്കാം. ഇനിയിപ്പോൾ നമ്മ ഇങ്ങനെ ചലഞ്ച് എന്നാണ് പറഞ്ഞുതരാം. ചലഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടണം ബോട്ടിൽ ഫ്ലിപ്പിങ്. അറിയില്ലേ? എനിക്കറിയില്ലേ, കണ്ടിട്ടുണ്ടാവും, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇങ്ങനെ ഇട്ടാൽ ഒരു കട്ട എടുത്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ വീണ്ടും അത് ഇങ്ങനെ എടുത്ത് വീണു വെച്ചാൽ പിന്നെ അടുത്ത ആൾക്കാർക്ക് അതിൻ്റെ ചാൻസ് വരിക. അപ്പോൾ ഞാൻ വീണ് വെച്ചാൽ അങ്ങനെ ഇടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എവിടെ ഇത് ഈ കട്ട വിന്നിലെത്തിയാൽ നിനക്ക് ജയിച്ചു. സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ സമ്മാനം ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ ചലഞ്ച് ആരും ഞാൻ ചെയ്യണം, നീ ചെയ്തോ. ഓക്കെ, ചലഞ്ച് ചെയ്തോ. അപ്പോൾ ഒന്ന് പോയിരിക്കുന്നത്. അപ്പോൾ അവനെ കട്ടയെടുത്ത് കണ്ടു വയ്ക്കണം. അപ്പോൾ ഞാൻ നമ്മൾ വിദേശ വരികയായിട്ട് നമ്മൾ ക്ലിയറാണ്. നമുക്കൊന്നും ഇടാൻ പോയിരിക്കുന്നത്. പിന്നെ അത് നമ്മുടെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത്. കളി ഒന്നും അറിയില്ല, കിട്ടില്ല കായ്. നമ്മ ഇപ്പോൾ ഭാഷ പോട്ടെ, ആരും ഇല്ല. ആ ചെക്കൻ ഇട്ട് വിട്ടാ ഗൈസ്. വീട്ടിൽ പോയി അത് ജയിക്കും. അത് ഗൈസ് അടുത്തോണ്ടേ ഇരിക്കണം. ഗൈസ് അടുത്തോണ്ടേ ഇരിക്കുന്നു. നമുക്ക് കമ്പാക്ക് എന്തായാലും പിടിക്കണ്ടേ ഗൈസ്. അമിട്ടിട്ട് ഗൈസ് ഞാൻ തോൽവി ഗൈസ്. പോയി ഞാൻ തോറ്റു പോകണം ഗൈസ്. ഇല്ല ഗൈസ്, അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റിയ ഗൈസ്. നമ്മൾ ജയിക്കും ഗൈസ്. ഇന്ത്യക്ക് പോരാട്ടം, ഇന്ത്യക്ക് പോരാട്ടം. അപ്പോൾ ഗൈസ് പോയി ഗൈസ്. അപ്പോൾ ഒത്തിരിക്കാനായിട്ട് ഗൈസ് അവൻ. അപ്പോൾ ഞാനാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഘട്ടം മുന്നോട്ട് പോയിക്കുന്നു. അവൻ ഇട്ടാ അവൻ ജയിച്ചു ഗൈസ്. ഗൈസ് അവനത്തിലെ ഗൈസ്, ഗൈസിലെ ഗൈസ്. അപ്പോൾ അവന് ഇത്തിരി കോൺഫിഡൻസ് പോയിരിക്കണം ഞങ്ങളുടെ. ഓ ഗൈസ് ജയിച്ചിരിക്കുകയാണ് നമ്മുടെ ചാലഞ്ചർ. അപ്പോൾ ചാലഞ്ചർക്ക് ഗിഫ്റ്റ് വേണ്ടേ? ഗിഫ്റ്റ് ഇത്രയും വലിയ ഗിഫ്റ്റാണ് ക്യാമറമാൻ ഗിഫ്റ്റ് ചെയ്ത്. ഇതാ ഗിഫ്റ്റ്. ഇതാണ് ആമക്കുട്ടനാണ് കേട്ടോ ഗൈസ്. ഇതാ ഒരു ചെറിയൊരു ആമക്കുട്ടൻ. ഇതാണ് അവന് ഗിഫ്റ്റായി കൊടുക്കാൻ പോണ് നമുക്ക്. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതൊക്കെ എന്നാ നിന്റെ ഗിഫ്റ്റ്. ഇതാ അവൻ്റെ ഏട്ടനെ ഒന്ന് വിളിക്കണം കേട്ടോ ഗൈസ്. ഏട്ടാ വരി. ഉണ്ണി നിനക്ക് എന്താണ് നിന്റെ അനിയൻ ജയിച്ചതിൽ സന്തോഷമുള്ളൂ? സന്തോഷമുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഏട്ടനും അനിയനും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.